പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. കർത്താവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, അതിപരിശുദ്ധവും അനുഗ്രഹവുമായ ഈ നേരത്തിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യാം. സ്വർഗസ്വനായ ദൈവം എല്ലാ ദിവസവും 8:30 മണിക്ക് പ്രാർത്ഥിക്കുവാൻ ദൈവം നമുക്ക് ഭാഗ്യം തരുന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് രാത്രിയുടെ യാമം നമ്മൾ ഒരുമിച്ചിങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ അവൻ്റെ വലിയ സ്നേഹവും കരുതലും നമുക്ക് ധാരാളമായി അനുഭവിക്കുവാൻ കഴിയും. തീർച്ചയായും നമ്മളിരുന്ന് പ്രാർത്ഥിക്കുന്ന സ്ഥലത്തേക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരുന്നത് കാണാൻ കഴിയും. നമ്മുടെ ജീവിതത്തിൻ്റെ ഭാരങ്ങളും പ്രയാസങ്ങളും എല്ലാം നമുക്ക് നമ്മുടെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ സമർപ്പിക്കുവാനുള്ള പരിശുദ്ധമായ ഒരു സമയമാണ് ഇതെന്ന് കണ്ടുകൊണ്ട് ദൈവത്തെ നമുക്ക് വാഴ്ത്താം. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് എല്ലാ ദൈവമക്കളെയും കർത്താവിൻ്റെ വലിയേറിയ നാമത്തിൽ വളരെ സ്നേഹത്തോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് പ്രാർത്ഥനയോടുകൂടി ആരംഭിക്കാം. ദൈവമേ, പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. നമ്മുടെ മേൽ നിന്റെ കരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. ആകാശവും ഭൂമിയും നിന്റെ സ്തുതികൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിൻ്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനുമായവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ശുശ്രൂഷകളും പ്രാർത്ഥനകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി. സുഷാവേ, നിനക്ക് സ്തുതി. പാപികളായ അടിയാരോട് കൃപ ചെയ്യുന്ന മിശിഹാരാജാവേ, നിനക്ക് സ്തുതി. ബാറക്കുമോൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ണു സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും നീക്കി നിനക്കുള്ളതാവുന്നു. ആമീൻ. കൃപ നിറഞ്ഞു മറിയമേ, നിനക്ക് സമാധാനം. ഞങ്ങളുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാവുന്നു. എൻ്റെ ഫലമായ ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ദൈവമാതാവായ വിശുദ്ധകന്യേ മർത്തമറിയമേ, തമ്പുരാനെപ്പറ്റ അമ്മയും പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമീൻ. കർത്താവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, നമുക്കൊരു വാക്കുകൂടി പ്രാർത്ഥിക്കാം. കർത്താവെ, ഇന്ന് രാത്രിയുടെ ഞങ്ങളുടെ ഈ മീറ്റിംഗ് ഞങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹമാകുവാൻ അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇതിൽ പങ്കുചേരുന്ന ആളുകൾ, പങ്കുചേരാൻ പോകുന്ന ആയിരക്കണക്കിന് ആളുകൾക്ക് ഏറെ പ്രയോജനകരമായി ഈ മീറ്റിംഗ് മാറുവാൻ തമ്പുരാൻ്റെ തിരുസന്നിധിയിൽ അടിയങ്ങൾ അപേക്ഷിക്കുന്നു. പരിശുദ്ധാത്മാവ് ഇതിൻ്റെ മധ്യേ ഇറങ്ങി വ്യാപരിക്കുന്നതിനായിട്ട് ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുകയാണ്, അങ്ങയെ സ്തുതിക്കുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ വലിയ നിറവുണ്ടാകുവാൻ ഞങ്ങൾ അങ്ങേക്ക് മഹത്വം കരയറ്റുകയാണ്. ഞങ്ങളുടെ പാപം ക്ഷമിച്ച്, ഞങ്ങളുടെ അശുദ്ധി മാറ്റി, ഞങ്ങളുടെ തിന്മ നീക്കി അങ്ങയെ ആരാധിക്കുവാനും അങ്ങയെ സ്തുതിക്കുവാനും അങ്ങയെ മഹത്വീകരിക്കുവാനുമായി ഇന്നത്തെ പ്രാർത്ഥനാ യോഗത്തെ, ഈ ശുശ്രൂഷയെ ദൈവമേ അങ്ങ് ഉപയോഗിക്കണമേ എന്ന് അങ്ങയുടെ സന്നിധിയിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. വിവിധങ്ങളായ പ്രയാസങ്ങളോടും വേദനകളോടും കൂടെ ഈ ശുശ്രൂഷയിലിരിക്കുന്ന എല്ലാവരെയും ദൈവം കാണുന്നതിനായി നന്ദി പറയുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ, രോഗികളായ ആശുപത്രിയിൽ കിടക്കുന്നവർ, ഞങ്ങളുടെ എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ആമീൻ. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, നാം ഇന്ന് ചിന്തിക്കാനായിട്ട് പോകുന്ന വേദഭാഗം റോമാലേഖനം 8-ാം അധ്യായം 38-39 വാക്യങ്ങൾ ചേർന്ന് വായിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ആത്മീയമായ ചിന്തകളെ നമുക്ക് ഏറ്റെടുക്കാം. വാക്യം ഇങ്ങനെയാണ്, വായിക്കാം. മരണത്തിനോ
ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോൾ ഉള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, റോമാലേഖനം 8:38-39 ഈ വാക്യങ്ങൾ നാം മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ധ്യാനിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് വ്യാപരിക്കേണ്ട ശക്തി സർവശക്തനായ ദൈവത്തിൻ്റെ ശക്തിയാണ്. സർവശക്തനായ ദൈവം സകലത്തിൻ്റെയും മുകളിൽ വാഴുന്നവനാണെന്നുള്ള വലിയ ബോധ്യമാണ് ദൈവമക്കളെ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലേക്ക് വ്യാപരിപ്പിക്കേണ്ടത്. ഒന്നുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ, ദൈവത്തിൻ്റെ ശക്തി നമ്മളിലേക്ക് ഇറങ്ങി വ്യാപരിക്കുമ്പോൾ നാം ഉറപ്പുള്ളവരായി തീരുക, ഉറപ്പുള്ളവരായി മാറുക. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ നാം പലപ്പോഴും ദൈവത്തെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ഉൾപ്പെടെ പ്രത്യേകിച്ച് ജീവിതത്തിലെ ഭാരങ്ങളോ പ്രയാസങ്ങളോ നേരിടുമ്പോൾ നമ്മൾ ദൈവത്തെ ക്വസ്റ്റ്യൻ ചെയ്യും. ദൈവമുണ്ടായിരുന്നു എങ്കിൽ എനിക്ക് ഈ പ്രയാസം വരികയില്ലായിരുന്നു. പലരും ദൈവത്തെ വിട്ട് മാറിപ്പോകുന്നത് കാണാൻ കഴിയും. ഒരിക്കൽ ഒരു കൺവെൻഷൻ അറേഞ്ച് ചെയ്തിട്ട് ആ കൺവെൻഷന് വേണ്ടി അനേക ആളുകളെ ക്ഷണിക്കുവാൻ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഭവനങ്ങൾ സന്ദർശിക്കുന്ന ഒരു വേള ഓർക്കുകയാണ്. ഒരു ഭവനത്തിലേക്ക് ചെന്നപ്പോൾ വികാരത്തോടുകൂടെ ആ ഭവനത്തിൻ്റെ ഗൃഹനാഥൻ ഇറങ്ങി വന്ന വളരെ ശക്തമായ രീതിയിൽ സംസാരിക്കുകയാണ്. എന്താണ് അദ്ദേഹം സംസാരിച്ചത്? മറ്റൊന്നുമല്ല, ദൈവമില്ല എന്നുള്ള അദ്ദേഹത്തിൻ്റെ വാക്ക്. അദ്ദേഹം ഒരു ദുഷ്ടനായിട്ടായിരുന്നില്ല, അല്ലെങ്കിൽ അദ്ദേഹം ഒരു ദൈവാലയത്തിൽ നിന്ന് അകന്നുപോയ വ്യക്തി ആയിരുന്നിട്ടും അല്ലായിരുന്നു. മറിച്ച് അദ്ദേഹം താലോലിച്ച് വളർത്തിക്കൊണ്ടുവന്ന അദ്ദേഹത്തിൻ്റെ മക്കളിൽ അനുഗ്രഹീതനായ ഒരുവൻ കഴിഞ്ഞ ദിവസങ്ങളിൽ കർത്തൃസന്നിധിയിലേക്ക് മാറ്റപ്പെട്ടിരിക്കുന്നു. ഈ വേദന അദ്ദേഹത്തിന് സഹിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, ആ മനുഷ്യൻ അവിടെ നിന്ന് ഇറങ്ങി വന്ന നമ്മളുടെ മുമ്പിൽ നിന്ന് ദൈവമില്ല, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഇത് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് എന്നുള്ള ചോദ്യം ഉന്നയിച്ചത്. ഇത് സാധാരണ ഞാൻ ഉൾപ്പെടെ നമ്മുടെ അനേകരുടെ ജീവിതത്തിൽ നാം കഷ്ടത അനുഭവിക്കുമ്പോൾ, വേദന അനുഭവിക്കുമ്പോൾ ചോദിക്കാറുണ്ട്, ദൈവമേ നീ എവിടെ? സങ്കീർത്തനങ്ങൾ വായിക്കുമ്പോൾ ഇപ്രകാരമുള്ള വാക്കുകൾ പലയിടങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ദൈവമേ നീ എവിടെ? നീ എന്നെ ഉപേക്ഷിച്ചോ? ദുഷ്ടന്മാരുടെ കയ്യിൽ നീ എന്നെ ഏൽപ്പിച്ചു കൊടുത്തോ? പ്രിയപ്പെട്ടവരെ, എന്നാൽ അതിൽ നിന്ന് ഒരു അനുഗ്രഹത്തിലേക്ക് വരുവാനുള്ള ഒരു സന്ദേശമാണ് നാം ഇന്ന് ഷെയർ ചെയ്യുന്നത്. യേശുക്രിസ്തു ആ മാതൃക നമുക്ക് കാണിച്ചു തന്നു. നാം എല്ലാവരും ഉപദ്രവങ്ങളും ക്ലേശങ്ങളും വരുമ്പോൾ പിറുപിറുക്കുന്നവരാണ്, ദൈവമില്ലേ എന്ന് ചോദിക്കുന്നവരാണ്. എന്നാൽ യേശു ക്രൂശിൽ കിടക്കുമ്പോൾ തന്നെ ഉപദ്രവിച്ച തൻ്റെ ചങ്കിലേക്ക് കുന്തം കൊണ്ട് കുത്തിയ ആ വ്യക്തിയെ, പ്രിയപ്പെട്ടവരെ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന യേശുക്രിസ്തുവിനെ നമുക്ക് കാണാൻ കഴിയുമ്പോൾ ദൈവശക്തിയുടെ മനോഹരത്വമാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. പിറുപിറുക്കാതെ ദൈവത്തിൻ്റെ പിന്നാലെ പോകാൻ ദൈവം നമുക്ക് ബലം നൽകും. സങ്കടം പറയാതെ ദൈവം എന്നെ കരുതുന്നുണ്ടെന്നുള്ള വിശ്വാസത്തോടു കൂടെ എനിക്ക് പോകാനായിട്ട് ദൈവം കൃപ തരും. അപ്പോൾ ഒന്നാമത്തെ സന്ദേശം, നാം ദിവസവും ദൈവവചനം വായിക്കുന്നതിലൂടെ, യേശുക്രിസ്തുവിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നതിലൂടെ നമുക്ക് ഉറച്ചു നിൽപ്പാനായി, ഉറച്ച് ജീവിക്കാനായിട്ട് ഒരു കൃപ കിട്ടുകയാണ്. ഒന്ന് ചേർന്ന് പറയാമോ? ഹല്ലേലൂയ. ഉറച്ച് ജീവിക്കുവാനായിട്ട് എനിക്കൊരു കൃപ കിട്ടുകയാണ്, ഉറച്ചു നിൽപ്പാനുള്ള കൃപ. എത്ര സുന്ദരമാണ്, എത്ര മനോഹരമാണ്, എത്ര ശ്രേഷ്ഠമാണ് ആ ഒരു ദൈവികമായ ചിന്ത. നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യാം പ്രിയപ്പെട്ടവരെ. അത്ര വലിയ സ്നേഹമാണ് നമുക്ക് കർത്താവ് പകർന്നു നൽകുക. അതുകൊണ്ട് ദൈവ സന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്കും അവനിന്ന് ജീവിതത്തിൽ എന്തൊന്നില്ലാത്ത കോൺഫിഡൻസും വലിയ ഉറപ്പും ധൈര്യവും തരുന്നതായിട്ട് ധ്യാനിക്കുക. അടുത്തത്, ഈ ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ ഒരു കാരണവശാലും ഒരിക്കലും വേർപിരിഞ്ഞ് പോകാത്ത
ഒരു ക്രൈസ്തവ ബന്ധം നമുക്ക് ഉണ്ടായി തീരുവാൻ ആഗ്രഹിക്കുക. അതിന് ഇവിടെ ശ്ലീഹ പറഞ്ഞ വാക്യങ്ങളിലുള്ളത് ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കാൻ ആർക്ക് കഴിയും? അപ്പോൾ ഉറച്ചു നിൽക്കാനായിട്ട്, വേർതിരിഞ്ഞ് പോകാതിരിക്കാനായിട്ട് ഞാനും നിങ്ങളും ദൈവസ്നേഹം അനുഭവിക്കുന്നവരായി മാറുക. ഹല്ലേലൂയ. ഇന്ന് നാം ഇരുന്ന് തിരുവചനം കേൾക്കുന്നിടത്ത് യേശു ഇറങ്ങി വന്നിട്ടുണ്ട്. അവൻ്റെ കുറുകിപ്പോകാത്ത കരം ഇറങ്ങി വ്യാപരിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ പ്രയാസങ്ങളും നമ്മുടെ വേദനകളും നമ്മുടെ സങ്കടങ്ങളൊക്കെ ജീവിക്കുന്ന നമ്മുടെ കർത്താവിൻ്റെ കയ്യിലേക്ക് നാം കൊടുക്കുമ്പോൾ അവനതെടുത്ത് അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കിയതുപോലെ അവൻ വാഴ്ത്തും. അവൻ തൊട്ടത്, അവൻ സ്പർശിച്ചത്, അവൻ്റെ ദൃഷ്ടി പതിഞ്ഞത് ഇതൊന്നും നശിച്ചു പോയിട്ടില്ല. എല്ലാം 30, 60, 100 മേനിയായി ഫലം കായ്ച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ദൈവമക്കളെ പ്രാധാന്യമർഹിക്കുന്ന ഏറ്റവും വലിയ ചിന്ത എന്ന് നിങ്ങൾ ഓർക്കണം. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തെ ഒന്ന് സ്തുതിച്ചതിൽ ഒരു ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നമ്മുടെ മധ്യമുണ്ട്. അവൻ്റെ തിരുസന്നിധിയിലേക്ക് നമ്മൾ നമ്മുടെ ജീവിതം ഏൽപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്കറിയാം, നാം ഒരു മനുഷ്യനോട് വളരെ സ്നേഹത്തോടെ പെരുമാറിയാൽ അദ്ദേഹം തിരിച്ച് സ്നേഹിക്കും. നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്ക് അളന്ന് കിട്ടും. നിങ്ങളൊരു വ്യക്തിയെ നന്നായി സ്നേഹിച്ചാൽ നിങ്ങൾക്ക് ദൈവം ആ സ്നേഹം പകർന്നു തരുന്നതായിട്ട് കാണുവാൻ സാധ്യമാകുകയാണ്. എത്ര മനോഹരമാണ് അല്ലേ? എത്ര ശ്രേഷ്ഠമാണ് അല്ലേ? എത്ര ഉന്നതമാണ്. അപ്പോൾ ഞാൻ ദൈവത്തെ സ്നേഹിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് ചേർന്നിരുന്നാൽ ദൈവസ്നേഹം എന്നിലേക്ക് പകരുകയാണ്. ഹല്ലേലൂയ. നമുക്കറിയാം, 2 പാത്രം, ഒരു പാത്രം നിറയെ വെള്ളമുണ്ട്, 2 പാത്രവും കണക്റ്റഡ് ആണെന്ന് വിചാരിക്കുക. 2 ഗ്ലാസ് ജാറുകൾ, നമുക്കറിയാം കുട്ടികൾ എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്യുമ്പോൾ കണ്ടിട്ടുണ്ടാവും. 2 ഗ്ലാസ് ജാറുകളുടെ അടിവശം കണക്റ്റഡ് ആണ്. 2 ജാറ് നമുക്ക് കാണാം. ഒരു ജാറിനകത്ത് നിറയെ വെള്ളം ഒഴിക്കുകയാണെങ്കിൽ ആ കണക്ട് ചെയ്തിരിക്കുന്ന ആ കണക്ഷൻ, ആ പോയിന്റിലൂടെ ഈ വെള്ളം ഇപ്പുറ ജാറിലേക്ക് വന്ന് 2 ജാറിലും ഒരേപോലെ ആകുന്നത് കാണാൻ കഴിയുകയാണ്. ഇതാണ് യേശുവിനോട് ചേരുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. യേശുവിലുള്ള സ്നേഹം ആ വ്യക്തിയിലേക്ക് ഇങ്ങനെ പകരുകയാണ്. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ യേശു ജീവിക്കുന്നത് ഈ പകരപ്പെട്ട വ്യക്തികളിലൂടെയാണ്. നമ്മളിലേക്ക് ദൈവത്തിൻ്റെ സ്നേഹം പകർന്നിട്ടുണ്ടോ എന്ന നമ്മൾ ഇന്നും രാത്രിയുടെ യാമത്തിൽ ഒന്ന് ചിന്തിക്കുന്നത് അതിശ്രേഷ്ഠവും അനുഗ്രഹവുമാണ്. എന്നാൽ ഇന്ന് രാത്രി നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം നമ്മിലേക്ക് ചൊരിഞ്ഞു വരുന്നത് കാണാനായിട്ട് സാധ്യമാകുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയട്ടെ. യേശുവേ, ഞാൻ നിൻ്റെ സ്നേഹത്തിനായി നിൻ്റെ അരികിലേക്ക് വരുന്നു. ഇത് ചോദിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. ദൈവം നമുക്ക് തരും. കർത്താവേ, ഞാൻ നിൻ്റെ അരികിലേക്ക് നിൻ്റെ സ്നേഹത്തിനായി വരികയാണ്. നിൻ്റെ സ്നേഹം എൻ്റെ ജീവിതത്തിലേക്ക് വന്ന് കാണാൻ വേണ്ടി ഞാൻ അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് കടന്നു വരികയാണ്. നിൻ്റെ സ്നേഹം എന്നിലേക്ക് പകരാമോ? പ്രാർത്ഥിക്കുന്നല്ലേ? ദൈവം സ്നേഹമാണ്. ഗോഡ് ഈസ് ലവ്. ദൈവമേ, നിൻ്റെ സ്നേഹം എന്നിൽ പകരാമോ എന്ന് ചോദിക്കുമ്പോൾ അവൻ തരുന്ന ആ വലിയ ആൻസർ, അവൻ തരുന്ന ആ വലിയ ഉത്തരം, അതിനപ്പുറമായി മറ്റൊന്നില്ല പ്രിയപ്പെട്ടവർ. അത്ര വലിയ ഒരു സന്ദേശമാണ്, ഒരു ആത്മപകർച്ചയാണ് നമുക്ക് ദൈവം ആ കൂടിയിരിപ്പിലൂടെ കിട്ടുന്നത്. ഇത് കേൾക്കുന്ന പ്രിയപ്പെട്ടവരായ ദൈവമക്കളെ, നിങ്ങളൊരു പക്ഷേ ആശുപത്രി ഇരുന്നായിരിക്കും ഇത് കേൾക്കുന്നത്, ഐസിയുവിൻ്റെ ഫ്രണ്ട് ഇരുന്നായിരിക്കും കേൾക്കുന്നത്, പ്രയാസത്തോടെ ആയിരിക്കും കേൾക്കുന്നത്. ഞാനിത് പ്രസംഗിക്കുന്നത് ഒരു ഹോസ്പിറ്റലിൽ ഇരുന്നു കൊണ്ടാണ്. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ എൻ്റെ അമ്മ വളരെയധികം രോഗിയായി, സിക്കായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. അമ്മയുടെ അരികിൽ ഇരുന്നു കൊണ്ട് ഞാൻ ഈ ദൈവിക സന്ദേശം പങ്കുവെക്കുന്നത്. നമ്മുടെ സ്റ്റുഡിയോയിൽ എനിക്ക് ദിവസങ്ങളിൽ ചെല്ലാനായിട്ട് സാധ്യമാകുന്നില്ല. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഞാനൊരു ഹോസ്പിറ്റലിൽ ഇരുന്നു കൊണ്ടാണ്, എറണാകുളത്തുള്ള ലിസി ഹോസ്പിറ്റലിൽ ഇരുന്നു കൊണ്ടാണ് ഞാൻ ഈ സന്ദേശം പങ്കുവയ്ക്കുന്നത്. നിങ്ങളും ഒരു പക്ഷേ ഒരുപാട് പ്രയാസത്തോടും വേദനയോടും പല രാജ്യങ്ങളിൽ പല സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ടായിരിക്കാം നിങ്ങൾ ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്നത്.
നിങ്ങൾ എപ്പോഴാണോ ദൈവവചനം കേൾക്കുന്നത്, എപ്പോഴാണോ പ്രാർത്ഥിക്കുന്നത്, അപ്പോൾ ദൈവത്തിൻ്റെ തേജസ് നിങ്ങളിരിക്കുന്ന സ്ഥലത്ത് നിറഞ്ഞു വരും. ദൂതന്മാർ ഇറങ്ങുകയും കയറുകയും ചെയ്യുന്ന അനുഭവം, പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്ന അനുഭവം, ഇത് നമുക്ക് എല്ലാവർക്കും അനുഭവിക്കാൻ സാധ്യമാവുകയാണ്. എത്ര ശ്രേഷ്ഠമാണ് അല്ലേ, എത്ര ഉന്നതമാണ്. അതുകൊണ്ട് ആ കഷ്ടതയിൽ, ആ വേദനയിൽ, ആ സങ്കടത്തിൽ, ആ ഭാരത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യേശു ഇറങ്ങി വന്ന് നിങ്ങളെ സ്പർശിക്കുന്നത് കാണുവാനായിട്ട് സാധ്യമാകുകയാണ്. ദൈവത്തെ ഒന്ന് സ്തുതിച്ച് എല്ലാവരും ഹല്ലേലൂയ. എത്ര മനോഹരമാണ് നമ്മുടെ ജീവിതം. ആ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിന് വേണ്ടി ആഗ്രഹിക്കുക. ആ സ്നേഹം എന്നിലേക്ക് വെള്ളം പകരുന്നത് പോലെ പകരപ്പെടുകയാണ്. ഒരു വചനം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. ദാഹിക്കുന്ന ഏവനും എൻ്റെ അടുക്കൽ വരട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഗ്നി, വലിയ സ്നേഹം, നീരുറവ, ആ പരിശുദ്ധാത്മാവിൻ്റെ ജലം അത് ഈ വ്യക്തികളുടെ ഉള്ളങ്ങളിലേക്ക് വ്യാപരിക്കുന്നതായി നമുക്ക് കാണാനായിട്ട് കഴിയുകയാണ്. എത്ര സുന്ദരമാണ് ആ ചിന്തകളൊക്കെ, എത്ര മനോഹരമാണ് ആ ചിന്തകളൊക്കെ. അതിശ്രേഷ്ഠമെന്നല്ലാതെ നമുക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് നമുക്ക് ദാഹമുള്ളത് പല മേഖലയിലാണ് അല്ലേ. ചിലർക്ക് ആരോഗ്യപരമായ പ്രയാസങ്ങളുണ്ട്, ദാഹം തീരേണ്ടതാണ് അല്ലേ. ചില ആളുകൾക്ക് സാമ്പത്തിക ഫിനാൻഷ്യൽ ക്രൈസിസ്, ചിലർക്ക് ബിസിനസ് മേഖലയിലുള്ള ബുദ്ധിമുട്ടുകൾ, ചിലരുടെ ജീവിതത്തിൻ്റെ ഒരുപാട് പ്രയാസങ്ങൾ, അങ്ങനെ അവർക്ക് നിൽക്കാൻ കഴിയാത്തതുപോലെ അവരെ വേദനിപ്പിക്കുന്ന ഒരുപാട് ആക്ടിവിറ്റീസ്, ഒരുപാട് കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ കാണാനായിട്ട് നമുക്ക് സാധ്യമാവുകയാണ്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ നമുക്ക് എവിടെയാണ് ദൈവത്തിൻ്റെ ഹെൽപ്പ് വേണ്ടത്? അവിടേക്കാണ് ദാഹം തീർക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരുന്നത്, ദൈവത്തിൻ്റെ പവർ. ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന അനേക ആളുകളുടെ ഉള്ളിലേക്ക് ദൈവശക്തി വ്യാപരിക്കുന്നതായി ഞാൻ മനസ്സിലാക്കുകയാണ്. എന്തുകൊണ്ടെന്നാൽ ദൈവ സ്നേഹമാണ്. ഗോഡ് ഈസ് ലവ്. നമ്മിലേക്ക് പകരുകയാണ് സ്പിരിച്വൽ അനോയിൻറ്റിങ്. ഹല്ലേലൂയ. ഇന്ന് ഞായറാഴ്ചയാണല്ലോ. ലോകം മുഴുവനുള്ള അനേക ആളുകൾ കർത്താവിൻ്റെ തിരുബലിയിൽ പങ്കുചേർന്ന് അവനെ ആരാധിക്കണം. വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു സമയമാണ് ഈ സ്പിരിച്വൽ ടൈം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ചില ദേവാലയങ്ങൾ വൈകുന്നേരം വിശുദ്ധബലി ആരംഭിച്ചിരിക്കുന്നു. അത്ര സ്പിരിച്വൽ ആയിരിക്കുന്ന ഒരു കണക്ഷനാണ് സൺഡേ എന്ന് പറയുന്നത്. ഞായറാഴ്ച ദിവസം തിരുവചനം കേൾക്കാൻ, പ്രാർത്ഥിക്കാൻ, ആരാധിക്കാൻ കഴിയുന്ന ജീവൻ നൽകുന്ന അനുഭവമാണ് ദൈവത്തിൻ്റെ പവർ. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, നമുക്ക് ദൈവത്തെ ആരാധിക്കാം, നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പ്രിയപ്പെട്ടവരെ, ആഗ്രഹിക്കുന്ന എല്ലാവരും, ദാഹിക്കുന്ന എല്ലാവരും എൻ്റെ അടുക്കൽ വരട്ടെ എന്ന് പറഞ്ഞ തമ്പുരാൻ നമ്മോട് പറയുന്നത്, നിങ്ങൾ ഇഫ് യു വാണ്ട്, നിങ്ങൾക്ക് ആവശ്യമുണ്ടോ, നിങ്ങൾ എൻ്റെ അരികിൽ വരിക. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എൻ്റെ അരികിൽ വരിക. ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുന്ന ദൈവം, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. എത്ര വലിയ പവറാണ്, എത്ര വലിയ സ്നേഹമാണ്, എത്ര വലിയ കരുതലാണ് ദൈവം നമുക്കായി നൽകിയിരിക്കുന്നത്. ഹല്ലേലൂയ. ഒന്ന് ചേർന്ന് പറഞ്ഞാൽ ഒരു ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാം ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഈ ചിന്തകൾ ഭരിക്കണം. എൻ്റെ ദൈവമേ, നിൻ്റെ സ്നേഹം എൻ്റെ ഉള്ളിലേക്ക് പകരണമേ. ഗോഡ്സ് പവർ, ജീസസ്, യേശുവിൻ്റെ സാന്നിധ്യം നമ്മുടെ ഉള്ളിലേക്ക് പകരുകയാണ്. നിങ്ങൾ ആഗ്രഹിച്ചാൽ ഇന്ന് നമ്മുടെ ഭവനത്തിൽ അവൻ വരികയാണ്. രാഹാബ് എന്ന വേശ്യയുടെ ഭവനത്തിൽ ദൈവമക്കൾ പ്രവേശിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ട് വലിയ ദുരിതത്തിൽ നിന്ന്, കഷ്ടതയിൽ നിന്ന് പ്രിയപ്പെട്ട കുടുംബം അനുഗ്രഹിക്കപ്പെടുകയാണ്. ദൈവത്തിൻ്റെ വചനം സ്വീകരിക്കുന്ന പ്രിയപ്പെട്ടവരായ ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ പവർ ഇറങ്ങി വരുന്നത് കാണാനായിട്ട് സാധ്യമാവുകയാണ്. ദൈവത്തെ നമുക്ക് സ്തോത്രം ചെയ്യാം, ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിപ്പാൻ ആർക്കും കഴിയുകയില്ല. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ് ഉറച്ചു നിൽക്കുക എന്ന ചിന്തയിലേക്ക്, ആ ഒരു കോൺഫിഡൻസിലേക്ക്, ആ ഒരു പവറിലേക്ക് ഹല്ലേലൂയ നമ്മെ നടത്തുന്നത്
ഈ ദൈവസ്നേഹമാണെന്ന് ഓർക്കുക. അപ്പോൾ ഉറച്ചു നിൽക്കാൻ കൃപ കിട്ടുന്നു ദൈവസ്നേഹം. ഈ ദൈവസ്നേഹത്തിൽ നാം വളരുമ്പോൾ നമുക്കുണ്ടാകുന്ന കോൺഫിഡൻസിലേക്ക് നിങ്ങൾ അതിൻ്റെ അതിർവരമ്പുകളിലേക്ക് നിങ്ങൾ പോവുക. അതായത് അതിൻ്റെ ബൗണ്ടറി, ഏതൊക്കെ മേഖലയിലാണ് ദൈവത്തെ സ്നേഹിക്കുന്നവർ അത് കടന്നു വരുന്നത്. നമുക്കറിയാം, റോമാലേഖനത്തിൽ തന്നെ മറ്റൊരു വാക്യമാണ്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കും എല്ലാം എവ്രിതിങ് നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. എത്ര വലിയ കോൺഫിഡൻസ് പകരുന്ന സ്പിരിച്വൽ വേർഡാണത്. ദൈവത്തെ സ്നേഹിക്കുന്നവരിലേക്ക്, ഹല്ലേലൂയ, ദൈവത്തെ സ്നേഹിക്കുന്നവരിലേക്ക് നിർണയപ്രകാരം, ഹല്ലേലൂയ, വിളിക്കപ്പെട്ടവരിലേക്ക്. അപ്പം നിങ്ങൾ ചോദിക്കും, ഞാൻ വിളിക്കപ്പെട്ടവനാണ്? യെസ്, എല്ലാവരും, ഇത് കേൾക്കുന്ന എല്ലാവരും വിളിക്കപ്പെട്ടവരാണ്. ഹല്ലേലൂയ. യോഹന്നാൻ സ്ലീഹായുടെ സുവിശേഷമാണ് അത് നമുക്ക് പകർന്നു നൽകുന്നത്. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തതല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. എന്തിനു വേണ്ടി? നിങ്ങളെ തിരഞ്ഞെടുത്ത് എന്തിനു വേണ്ടിയിട്ടാണ്? എന്നോട് ചേർന്നിരുന്ന് ഫലം കായ്പാൻ, ഫ്രൂട്ട്ഫുള്ളായി നല്ല പ്രയോജനമുള്ള ജീവിതമായി മാറുവാൻ. ഓ ജീസസ്, ഒന്ന് പറഞ്ഞാൽ ഒരു ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഇത് കേൾക്കുന്ന പ്രിയപ്പെട്ടവരായ എല്ലാവരും ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ജീസസ് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ഇത് കേൾക്കുന്ന എല്ലാ ദൈവമക്കളും, ഗോഡ്സ് പവർ, ജീസസ് നെയിം, പ്രൈസ് യു, താങ്ക് യു ഗോഡ്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഓർത്തെ, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടോ ഇത് കേൾക്കുന്ന ഈ സമയത്ത് വിശ്വസിക്കൂ. ആര് തന്നെയാണ്, ജാതി, വർണ്ണ, വർഗ വ്യത്യാസം ഒന്നുമില്ലാതെ, ഓഹ് ജീസസ്, ആ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവമക്കളുടെ മേൽ ജീസസ്, ഹല്ലേലൂയ, ഈ വചനം വരികയാണ്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് എല്ലാം എവ്രിതിങ് നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ജീസസ്, ഞാൻ വിളിക്കപ്പെട്ടവനാണ്, ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്, ഞാൻ അനുഗ്രഹീതനാണ്. നമ്മുടെ ബൗണ്ടറീസ് നോക്കൂ, ഇങ്ങനെ പ്രിയപ്പെട്ടവരായി മാറുന്ന നമ്മുടെ ബൗണ്ടറി നോക്കൂ. ആ റോമാലേഖനം നമ്മൾ വായിച്ച വാക്യം തന്നെ ആദ്യ ഭാഗം 8-ാം അധ്യായം 38-39 വായിക്കുമ്പോൾ, മരണത്തിനോ, ഓ ജീസസ്, ഞാനിപ്പോൾ പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ ഒരമ്മ കടന്നു വന്നു. എൻ്റെ വീട്ടിൽ പലപ്പോഴും വരും, എന്നോട് സംസാരിക്കും. അവരുടെ മകള് ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു പോയി. അമ്മ ആ മകളെക്കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ കരയും. വർഷങ്ങളോളം ആയിട്ട് ആ ഓർമ്മയിൽ നിന്ന് അമ്മയ്ക്ക് തിരിച്ചു കയറി വരാൻ പറ്റുന്നില്ല. അവർക്കാണ് ഈ വചനം. മരണവേദനയിൽ വളരെയധികം സങ്കടപ്പെട്ടിരിക്കുന്നവരോട് ദൈവം പറയാണ്, മരണത്തിന് നിങ്ങളെ സങ്കടപ്പെടുത്താൻ കഴിയില്ല, നിങ്ങൾ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ വരും. കാരണം മരണത്തിനപ്പുറം നമുക്കൊരു ജീവിതമുണ്ട്. യോഹന്നാൻ സ്ലീഹായുടെ സുവിശേഷം 10-ാം അധ്യായം 28-ാമത്തെ വാക്യം, ഞാൻ അവർക്ക് നിത്യജീവൻ കൊടുക്കുന്നു. അതാണ് ബൗണ്ടറി. ഞാൻ അവർക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവർ ഒരു നാളും നശിച്ചു പോകില്ല. നമുക്കറിയാം, നമ്മുടെ കൂട്ടായ്മയുടെ മെയിൻ വേർഡ്, ജീസസ് ഈസ് ദ ഗേറ്റ് ഫോർ ദ ഷീപ്പ്. ആടുകളുടെ വാതിലാണ് ജീസസ്. ഹല്ലേലൂയ. ഞങ്ങൾ ഇടയൻ്റെ ശബ്ദം കേൾക്കുന്നു, ആ ഇടയൻ്റെ ശബ്ദം കേൾപ്പിക്കുന്നു. ഞങ്ങൾ ആ ഇടയൻ്റെ ശബ്ദം കേൾക്കുന്നു, ഞങ്ങൾ ആ ഇടയൻ്റെ ശബ്ദം കേൾപ്പിക്കുന്നു. അതാണ് നമ്മുടെ കൂട്ടായ്മയുടെ ബേസിക് ആയിരിക്കുന്ന വാക്ക്. ആ ഇടയ ശബ്ദം ഫോളോ ചെയ്യുന്ന വ്യക്തി, ഞാൻ അവർക്ക് നിത്യജീവൻ കൊടുക്കുന്നു. യോഹന്നാൻ സ്ലീഹായുടെ സുവിശേഷം 10-ാം അധ്യായം 28-ാമത്തെ വാക്യം, ഞാൻ അവർക്ക് നിത്യജീവൻ കൊടുക്കുന്നു. ബൗണ്ടറി ഓഫ് ലൈഫ്, നിത്യജീവൻ. അതുകൊണ്ട് പറഞ്ഞു, മരണത്തിനോ. മറ്റൊരു കുടുംബം എൻ്റെ മനസ്സിൽ വരുന്നു. ഒരമ്മയ്ക്ക് വേണ്ടി ഈ കൂട്ടായ്മ ധാരാളം പ്രാർത്ഥിച്ചു. ക്യാൻസർ രോഗിയായ അമ്മ കർത്തൃസന്നിധിയിലേക്ക് മാറ്റപ്പെട്ടു. എന്നാൽ തൻ്റെ തൻ്റെ പ്രിയമുള്ള മക്കൾ, അമ്മയെ ധാരാളമായി സ്നേഹിച്ച മക്കളുടെ മനസ്സിൽ നിന്ന് അമ്മ മാറുന്നില്ല. എന്തുകൊണ്ടെന്നാൽ അമ്മയെ അവർക്ക് അത്ര വലിയ ഇഷ്ടമായിരുന്നു. ജീസസ് നെയിം വി പ്രൈസ് യു. ആ അമ്മയുടെ മരണം ആ കുടുംബത്തെ വേദനയിലായിരുന്നു. നാളുകൾ കഴിയുമ്പോൾ അത് കുറഞ്ഞു പോകുന്നു. എന്നാൽ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവരുടെ ബൗണ്ടറി നോക്കൂ. മരണത്തിന് അവരെ തോൽപ്പിക്കാൻ കഴിയില്ല. ഞാൻ അവർക്ക് നിത്യജീവൻ കൊടുക്കുന്നു. യോഹന്നാൻ സ്ലീഹായുടെ സുവിശേഷം 10-ാം അധ്യായം 28-ാമത്തെ വാക്യം, ഞാൻ അവർക്ക് നിത്യജീവൻ കൊടുക്കുന്നു. അവ ഒരു നാളും ഒരു ദിവസം പോലും നീ നശിച്ചു പോകുകയില്ല. ആരും അവയെ എൻ്റെ കയ്യിൽ നിന്ന് എടുക്കുകയില്ല. നീ പേടിക്കണ്ട, ഒരു മനുഷ്യനെ പോലും ഭയപ്പെടണ്ട.
നീ കർത്താവിൽ ഒരു പ്രാവശ്യം വന്നവനാണെങ്കിൽ നിന്റെ ജീവിതത്തിൻ്റെ മേൽ പിന്നെ ആർക്കും, ഒരു മനുഷ്യനും നിന്നെടുക്കാൻ കഴിയില്ല. ഞാൻ എന്തുകൊണ്ടാണ് ഇപ്പോൾ വികാരപരമായി മാറിയെന്നറിയാമോ? പ്രിയപ്പെട്ടവരെ, എൻ്റെ അമ്മ എന്നെ വളരെ സ്നേഹിച്ചു. എൻ്റെ അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഞാനൊരു അനുഗ്രഹമായി മാറണമെന്ന്. എൻ്റെ അമ്മ എന്നെ ചെറുപ്പത്തിൽ, ഒരു പാവം പിടിച്ച അമ്മ എൻ്റെ ചെറുപ്പത്തിൽ എന്നെ കൊണ്ടുപോകുമായിരുന്നു മെത്രാപ്പൊലീത്തന്മാരുടെ അടുത്ത് പ്രാർത്ഥിക്കുവാനായി. മരിച്ചുപോയ ശ്രേഷ്ഠ ബാബ തിരുമേനിയുടെ അടുത്തൊക്കെ എന്നെ പ്രാർത്ഥിക്കുവാനായിട്ട് കൊണ്ടുപോകുമായിരുന്നു. ഇപ്പോഴത്തെ വലിയ മെത്രാപ്പൊലീത്ത സെവറിസ് തിരുമേനിയുടെ അടുത്തും കൊണ്ടുപോകുമായിരുന്നു. എനിക്ക് വേണ്ടി ധാരാളം പ്രാർത്ഥിച്ച് എൻ്റെ നന്മയ്ക്ക് വേണ്ടി ഒരുപാട് കൊതിച്ച എൻ്റെ അമ്മ, പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ഒരു മാസം മുമ്പ് അമ്മ എനിക്ക് വേണ്ടി നേർന്ന നേർച്ചകൾ കഴിക്കുവാൻ എന്നെ ദേവാലയത്തിലേക്ക് കൊണ്ടുപോയത് ഞാൻ ഓർക്കുന്നു. എൻ്റെ കാറിലിരുന്ന് അമ്മ സഞ്ചരിച്ചു. അതിനുശേഷം അമ്മ തിരിച്ചു വന്നു. അമ്മ എനിക്ക് വേണ്ടി കഴിച്ച നേർന്ന നേർച്ചകളെല്ലാം എന്നെ കൊണ്ടുപോയി ദേവാലയങ്ങളിൽ നിവർത്തിച്ചു. ദൈവത്തിന് സ്തുതി. പ്രിയപ്പെട്ടവരെ, അമ്മ ഇന്ന് ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിലാണ്. അമ്മയ്ക്ക് വയ്യ. പക്ഷേ ഞാൻ എന്തുകൊണ്ടാണ് അത് പറഞ്ഞപ്പോൾ വികാരപരമായെന്ന് ചോദിച്ചാൽ സന്തോഷം കൊണ്ടാണ്. കാരണം ഞാൻ അമ്മ അവിടെ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിലാകുമ്പോൾ അതിന് തൊട്ട് ചേർന്നുള്ള റൂമിലാണ് ഞാനിരുന്ന് പ്രസംഗിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, എനിക്ക് ഈ വലിയ വചനം പങ്കുവയ്ക്കാൻ പറ്റിയത് ഓർത്ത്, ദൈവം എന്നെ നടത്തിയത് ഓർത്താണ് ഞാൻ വികാരപരമായത്. ഇതിലപ്പുറമായിട്ട്, ഇതിൽ പരമായിരിക്കുന്ന ഒരു വലിയ സ്നേഹമില്ല, വലിയൊരു പ്രിവിലേജ് ഇല്ല. ദൈവത്തെ സ്തുതിക്കുന്നു. അതുകൊണ്ട് അവ ഒരു നാളും നശിച്ചു പോകുകയില്ല. ആരാണ്? ദൈവത്തിൻ്റെ വചനത്തെ സ്വീകരിക്കുന്ന ഒരു മനുഷ്യൻ പോലും ഒരു നാളും നശിച്ചു പോകില്ല. ആരും, ഒരു മനുഷ്യനും, ആർക്കും അവയെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുവാനും കഴിയുകയില്ല. ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. എല്ലാവരും ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ടാണ് പറഞ്ഞത് മരണത്തിനോ, ഇനി നോക്കട്ടെ, ജീവനോ. ജീവൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ഏതവസ്ഥയിലും, യെസ്ലിയ പറഞ്ഞൊരു വാക്കുണ്ട്, ജീവിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി, മരിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി. അപ്പോൾ ബൗണ്ടറി ഓഫ് ലൈഫ്, ജീവിതത്തിൻ്റെ ബൗണ്ടറി നോക്കുക. ദൈവത്താൽ വിളിക്കപ്പെട്ടവർക്ക്, ദൈവസ്നേഹത്താൽ ചേർക്കപ്പെട്ടവർക്ക് there is no boundary in their life. അവരുടെ ജീവിതത്തിൽ ബൗണ്ടറി ഇല്ല. ദൈവം അവരോട് കൂടെയുണ്ട്. മരണത്തിനോ ജീവനോ. നോക്കൂ, ദൂതന്മാർക്ക്, നമുക്കെല്ലാവർക്കും ഭയമാണ്. ആരെയാണ് ഭയം? ഡെവിൽ, പിശാചിനെയാണ് ഭയം. ഹല്ലേലൂയ. പ്രിയപ്പെട്ട, വാഴ്ചകൾക്കോ, ദൂതന്മാർ, വാഴ്ചകൾക്കോ, അധികാരങ്ങൾക്കോ, ദ പവർഫുൾ പേഴ്സൺസ് or the beings in this world, ഈ ലോകത്തുള്ള അധികാരങ്ങൾക്കോ, ഇപ്പോഴുള്ളതിനോ, ഇപ്പോൾ പവർഫുൾ ആയിരിക്കുന്നതിനോ, നെക്സ്റ്റ് ജനറേഷനോ നെക്സ്റ്റ് ടൈമിലോ ബലപ്പെടാൻ പോകുന്ന ദുരാത്മാക്കൾക്കോ, ഭയം നൽകുന്ന ആഴത്തിനോ, നെക്സ്റ്റ് വേർഡാണ്. ചിലർക്ക് ഹൈറ്റ് ഭയമാണ്, ചിലർക്ക് ഡെപ്ത് ഭയമാണ്. അത് ആ വേർഡിൽ മാത്രമല്ല, തോട്ട്സിലും ഭയമില്ലാതെയാക്കുന്നു. ദെൻ നമുക്ക് നിർവചിക്കാൻ കഴിയാത്തത് കൊണ്ട് പറയുകയാണ്, യാതൊരു സൃഷ്ടിക്കോ, ഈ ഭൂമിയിലുള്ളതോ വരുവാനുള്ളതോ, ആഴത്തിനോ ഉയരത്തിനോ മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ, നത്തിങ്, ഒരു
കാര്യങ്ങൾക്കും നമ്മെ വേദനിപ്പിക്കുവാനായിട്ട് കഴിയില്ല. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോൾ ഉള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റു യാതൊരു സൃഷ്ടിക്കും ഈ സ്നേഹത്തിൽ നിന്ന് വേർതിരിക്കാൻ കഴിയില്ല. നമ്മുടെ കർത്താവായ ക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ഇതാണ് സ്നേഹം നമ്മെ പഠിച്ചത്. ആ സ്നേഹം നമ്മിൽ വരുമ്പോൾ ബൗണ്ടറി നിന്റെ അതിർ വിസ്തൃതമാക്കുമെന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നോക്കൂ, റോമാലേഖനം 14 അധ്യായം 8 വാക്യത്തിൽ പറയുകയാണ്, ജീവിക്കുന്നുവെങ്കിൽ നാം ഈ കർത്താവിനായി ജീവിക്കുന്നു, മരിക്കുന്നുവെങ്കിൽ കർത്താവിനായി മരിക്കുന്നു. അതുകൊണ്ട് ജീവിക്കുന്നുവെങ്കിലും മരിക്കുന്നുവെങ്കിലും നാം കർത്താവിനുള്ളവർ തന്നെ. അപ്പോൾ ദൈവത്തിൻ്റെ മക്കളാണ്. ഏത് ബൗണ്ടറിയിൽ, ഏത് രാജ്യത്ത്, ഏത് സ്ഥലത്ത്. എനിക്ക് തോന്നുന്നു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷം, നിങ്ങൾ കേൾക്കുന്നവർക്ക് എങ്ങനെയാണെന്ന് അറിയില്ല, എനിക്ക് സ്പിരിച്വൽ പവർ ഏറ്റവും കൂടുതൽ വന്ന ഒരു പ്രാർത്ഥനാ യോഗമാണിത്. പവർ ഇവിടെ ഈ റൂമിൽ ഇങ്ങനെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരികയായിരുന്നു. അപ്പോഴാണ് ഞാൻ കരഞ്ഞത്. അത്രമാത്രം ഞങ്ങളോട് പ്രസംഗിച്ചതിൻ്റെ അപ്പുറമായിട്ട് ഒരു ദൈവശക്തി നമുക്ക് ഈ മീറ്റിങ്ങിൽ. അപ്പോൾ നിങ്ങൾ ആലോചിക്കണം, 1300ഓളം ദിവസം, അതിൽ കുറച്ച് ദിവസം വേറൊരു സ്റ്റുഡിയോ ആയിരുന്നു, 1000-ലപ്പുറം ദിവസങ്ങൾ നമ്മൾ നമ്മുടെ സ്റ്റുഡിയോയിൽ നിന്ന് പ്രസംഗിച്ചു. സ്റ്റുഡിയോ ഒരിക്കൽ ഒരച്ഛൻ ആ സ്റ്റുഡിയോയിൽ വരാനിട വന്നു. അച്ഛൻ പറയണം, എന്ത് പവറാണ്, എന്ത് ഗ്രേസ് ആണ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന്. മറ്റാരേക്കായാലും ഒരു വൈദികൻ അത് പറഞ്ഞപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. എന്നാൽ ആ സ്റ്റുഡിയോയിലല്ല ഞാൻ ഇന്ന് തിരുവചനം പറയുന്നത്. ഞാൻ ഇന്നൊരു ഹോസ്പിറ്റലിൽ അതിൻ്റെ റൂമിലിരുന്നിട്ടാണ് ഈ തിരുവചനം പങ്കുവയ്ക്കുന്നത്. അപ്പോൾ എന്താണ് ആ സന്ദേശം? ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് തോന്നുന്നു എനിക്ക് ഏറ്റവും സന്തോഷം തരുന്ന ഒരു പ്രയർ മീറ്റിംഗ് ആണത്. അപ്പോൾ എന്താണ് അതിവിടെ നമുക്ക് കിട്ടുന്ന ഒരു മെസ്സേജ്? അത് മറ്റൊന്നും അല്ല പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ഇടപെടൽ എവിടെയും, ഏത് രാജ്യത്തും ഏത് സ്ഥലത്തും എപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ജീവിക്കുന്നുവെങ്കിൽ എപ്പോഴും കർത്താവിനുള്ളവരായിട്ട് ജീവിക്കാനായിട്ട് നമുക്ക് ഇടവരും. ഹല്ലേലൂയ. അതുകൊണ്ട് ബൗണ്ടറി വിശാലമാണ്. ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ഒരു വാക്യം കൂടി വായിച്ച് പ്രാർത്ഥിക്കാൻ ഒരുങ്ങാം. 1 പത്രോസ് 5:8-10, 5 അധ്യായം 8-10 വരെ. നിർമ്മതരായിരിപ്പീൻ. ഹല്ലേലൂയ. നമ്മളൊരു ദൈവവൈതലായിട്ട് ജീവിക്കണം. ദൈവം എപ്പോഴും വിശുദ്ധ ജീവിതം ആഗ്രഹിക്കും. ഞാൻ ചെയ്ത പാപം നമുക്ക് ഏറ്റു പറയാൻ കഴിയട്ടെ. നമ്മുടെ നാവ് കൊണ്ട് നാം പറഞ്ഞ പാപം, തിന്മകൾ, അത് നമുക്ക് ഏറ്റു പറയാൻ കഴിയട്ടെ. ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ഒന്ന് പറയാമല്ലോ, ഒരു ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തെ നമുക്ക് സ്തോത്രം ചെയ്യാം. എത്ര വലിയ സ്നേഹമാണ് അവൻ, എത്ര വലിയ കരുതലാണ് അവൻ്റെ വഴി നാം ചിന്തിക്കാത്ത മാർഗത്തിലൂടെയാണ് അവൻ നടത്തുന്നത്. നമ്മെ നിർമ്മതരായിരിപ്പിൻ. നമുക്കൊരു വിശുദ്ധ ജീവിതം നയിപ്പാനായിട്ട് ആഗ്രഹിച്ചു കൂടെയോ? ഞാൻ ചെയ്ത പാപം നമുക്ക് ഏറ്റുപറഞ്ഞു കൂടെയോ? തീർച്ചയായും പ്രിയപ്പെട്ടവരെ, നമുക്കത് സാധ്യമാകും. നമ്മുടെ പാപം നമുക്ക് ഏറ്റു പറയാൻ കഴിയട്ടെ. ഒരു വിശുദ്ധനാകാൻ ആഗ്രഹിക്കുക. ഇന്ന് പ്രസംഗിക്കുന്ന എൻ്റെ ജീവിതത്തിൽ പാപമുണ്ട്, ഞാൻ അശുദ്ധനായിരിക്കാം, എന്നാൽ എൻ്റെ അശുദ്ധി മാറ്റി എന്നെ വിശുദ്ധനാക്കുന്ന ഒരു ദൈവം ഇതിൻ്റെ മധ്യമുണ്ട്. നിർമ്മതരായിരിപ്പിൻ, ഉണർന്നിരിപ്പിൻ. ഒരു വചനം നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരിക. എപ്പോഴും സങ്കീർത്തനങ്ങളാലും പ്രാർത്ഥനകളാലും പരസ്പരം പ്രബോധിപ്പിച്ച് ക്രിസ്തുവിൽ ഉണർന്നിരിക്കുക. നിർമ്മതരായിരിപ്പിൻ, ഉണർന്നിരിപ്പിൻ. നിങ്ങളുടെ പ്രതിയോഗിയായ, അതാണ് ആദ്യം പറഞ്ഞില്ലേ, വാഴ്ചകളും അധികാരം, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച്, ഡെവിൾ, അലറുന്ന സിംഹം പോലെ ഭയപ്പെടുത്തുന്ന ഒരു സാന്നിധ്യമായി ആരിലാണ് ഞാൻ കയറേണ്ടത് എന്നുള്ള ചിന്തയിൽ ഇങ്ങനെ ചുറ്റി നടക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം. ഹല്ലേലൂയ. പക്ഷേ ദൈവമക്കളെ, നിങ്ങൾ ഭയപ്പെടേണ്ട, ഒരു കാരണവശാലും ഭയപ്പെടേണ്ട. എന്തുകൊണ്ടെന്നാൽ ദൈവം ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭയപ്പെടേണ്ട. നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് എല്ലാം നന്മയ്ക്കായി കൂടിയവർ. പക്ഷെ ചെറിയൊരു സങ്കടമുണ്ടല്ലേ, ചെറിയൊരു കഷ്ടമുണ്ട്. ആദ്യം പറഞ്ഞതുപോലെ ഒരുപാട് സങ്കടങ്ങളുണ്ട്. 10 വാക്യം, 8-10 10 വാക്യം വായിക്കാം. 1 പത്രോസ് 5 അധ്യായം 10 വാക്യം. എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തൻ്റെ നിത്യജീവനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കുക. ഹല്ലേലൂയ.
ഇപ്പോഴുള്ള അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങൾ ക്രിസ്തുവിൽ തൻ്റെ നിത്യജീവനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തിയും ഉറപ്പിച്ച് ശക്തീകരിക്കും. നമ്മുടെ സന്ദേശം എന്നാണ് ഉറപ്പിച്ച് ശക്തീകരിക്കുന്ന ദൈവം. ഇപ്പോഴുള്ള കഷ്ടതയിൽ നിന്നും സങ്കടം നമ്മെ വേർതിരിക്കുന്ന ദൈവം. നമുക്ക് പ്രാർത്ഥിക്കാം, ശിരസ്സുകളെ നമിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ഞങ്ങളുടെ കർത്താവും ദൈവമായവനെ, അങ്ങ് ഞങ്ങളെ അനുഗ്രഹിച്ച ഈ വലിയ അനുഗ്രഹത്തിനായിട്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയാണ്. വീണ്ടും ഞങ്ങളെ രക്ഷിക്കുവാനായി വരാമെന്ന് അരുളി ചെയ്ത കർത്താവ് ഇപ്പോൾ ഞങ്ങളുടെ മധ്യയായിരിക്കുന്നതിൽ ഞങ്ങൾ സ്തുതിക്കുന്നു. കർത്താവിൽ ഉറയ്ക്കുവാൻ, ഈ സ്നേഹത്തിൽ നിന്ന് ആര് ഞങ്ങളെ വേർതിരിക്കുമെന്നുള്ള ദൈവിക ചിന്തകൾ ഉൾക്കൊണ്ടുകൊണ്ട് വളരെ മനോഹരമായി ജീവിക്കുവാൻ ഞങ്ങളെല്ലാവരും ഇപ്പോൾ അഭിഷേകം ചെയ്യണമേ. ഞങ്ങളുടെ രോഗങ്ങളിൽ, ഞങ്ങളുടെ പ്രയാസങ്ങളിൽ, ഞങ്ങളുടെ സങ്കടങ്ങളിൽ ദൈവമേ നിൻ്റെ കരം ഇപ്പോൾ ചേർത്ത് വെക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളൊരു വിശുദ്ധരായിരിക്കാൻ, ഉണർവുള്ളവരായി മാറുവാൻ, ആ വലിയ ബൗണ്ടറിയിൽ ദൈവസ്നേഹത്തിൻ്റെ വലയത്തിലാകുവാൻ, നിത്യജീവൻ കണ്ടുകൊണ്ട്, എനിക്ക് നിത്യജീവൻ തന്ന ദൈവത്തെ ധ്യാനിച്ചുകൊണ്ട് ഒരു ദൈവ പൈതലായി ജീവിക്കുവാൻ കർത്താവെ ഇപ്പോൾ ഈ വചനം കേൾക്കുന്ന എല്ലാവരുടെയും മേലും ദൈവം അഭിഷേകം ചെയ്യണമേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന് സ്തുതി, കർത്താവിന് മഹത്വം, യേശുവിന് ആരാധന. ദൈവമേ നിനക്ക് സ്തുതി, കർത്താവെ നിനക്ക് മഹത്വം. ജീവിക്കുന്ന ദൈവത്തിന് കോടാനുകോടി സ്തുതിയും സ്തോത്രവും ഞങ്ങളിതാ ഇവിടെ സമർപ്പിക്കുകയാണ്. ജീവിക്കുന്ന ദൈവത്തിന് കോടാനുകോടി സ്തുതിയും സ്തോത്രവും ഞങ്ങളിതാ ഇവിടെ സമർപ്പിക്കുകയാണ്. ജീവിക്കുന്ന ദൈവത്തിന് കോടാനുകോടി സ്തുതിയും സ്തോത്രവും ഞങ്ങളിതാ ഇവിടെ സമർപ്പിക്കുകയാണ്. യേശുവിൻ്റെ സാന്നിധ്യം ഇപ്പോൾ ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിലേക്ക് വ്യാപരിപ്പിക്കുന്നതിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. യേശുവിൻ്റെ സാന്നിധ്യം ഇപ്പോൾ ഞങ്ങളുടെ പ്രയാസം അനുഭവിക്കുന്ന മേഖലയിലേക്ക് വ്യാപരിപ്പിക്കുന്നതിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ. അനേക ആളുകൾ സങ്കടത്തോടെ ഇത് കേൾക്കുമ്പോൾ, ആശുപത്രിയിൽ നിന്ന് കേൾക്കുമ്പോൾ, പ്രയാസത്തോടെ കേൾക്കുമ്പോൾ, വേദനയോടെ കേൾക്കുമ്പോൾ, അവിടെയെല്ലാം യേശുവിൻ്റെ സാന്നിധ്യം ഇറങ്ങി വ്യാപരിപ്പാൻ വേണ്ടി ദൈവ തിരുസന്നിധിയിൽ ഇതാ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തുതി, കർത്താവിന് മഹത്വം. ഹല്ലേലൂയ. ജീവിക്കുന്ന ദൈവത്തിന് 1000 ആരാധന. ദൈവത്തെ നമുക്ക് സ്തോത്രം ചെയ്യാം. യേശു നമ്മുടെ അരികിൽ ഇതാ ഇറങ്ങി വന്നിരിക്കുന്നു. കുറിപ്പോകാത്ത അവൻ്റെ കരം എത്ര ശ്രേഷ്ഠമാണ്, എത്ര അനുഗ്രഹമാണ്, എത്ര ഉന്നതമാണ്. അവനെ നമുക്ക് ആരാധിച്ചുകൂടെയോ, അവനെ നമുക്ക് സ്തുതിച്ചുകൂടെയോ? യേശുവേ നിനക്ക് ആരാധന എന്ന് ഹൃദയത്തിൽ നിന്നൊന്ന് പറഞ്ഞേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. കർത്താവേ, സാമ്പത്തികമായി തകർന്നിരിക്കുന്നവരെ എല്ലാ മേഖലയിലും അവരെ അനുഗ്രഹിക്കണമേ. ജോലി മേഖലയിൽ കഷ്ടപ്പെടുന്നവരെ ദൈവം അനുഗ്രഹിക്കണമേ. വേദനയോടെ ഇരിക്കുന്നവരെ യേശുവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പഠിക്കാനായിട്ട് കഴിവ് ചോദിക്കുന്ന കുഞ്ഞുങ്ങളെ ദൈവം അനുഗ്രഹിക്കണം. യേശുവേ ഹല്ലേലൂയ. വിവിധങ്ങളായ ജീവിത പ്രയാസങ്ങളിൽ തകർന്നിരിക്കുന്നവരെ ദൈവം അനുഗ്രഹിക്കണമേ. യേശുവിൻ്റെ സ്നേഹം ഈ പ്രിയപ്പെട്ടവരുടെ മേൽ വ്യാപരിക്കുവാൻ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ ഇതാ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ ഭവനം സ്വർഗമായി മാറട്ടെ, ഞങ്ങളുടെ ജീവിതം വിശുദ്ധമായി മാറട്ടെ. ഗോഡ്സ് പവർ, യേശുവിൻ്റെ പവർ ആ ദേശത്ത് ഭവനത്തിലുണ്ടാകുവാൻ ഞങ്ങളിത് അങ്ങയുടെ തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. നിൻ്റെ സ്നേഹം എത്ര വലുതാണ്, നിൻ്റെ കരുതൽ എത്ര വലുതാണ്. ദൈവത്തിന് സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിർമ്മതരായിരിപ്പിൻ, ഉണർന്നിരിപ്പിൻ എന്നുള്ള വചനം ഞങ്ങളുടെ ഉള്ളിൽ കയറി യേശുവിനോട് ചേരാൻ ഭാഗ്യം തരണമേ. ഞങ്ങളുടെ ഭവനങ്ങളെല്ലാം ശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ ജീവിതങ്ങളെ ദൈവം വിശുദ്ധീകരിക്കണമേ. ദൈവത്തിൻ്റെ കൃപ ധാരാളമായി ഞങ്ങൾക്ക് നൽകണമേ. ദൈവത്തിൻ്റെ സ്നേഹം ധാരാളമായി ഞങ്ങൾക്ക് നൽകണമേ. ദൈവത്തിന് സ്തുതി, കർത്താവിന് മഹത്വം. പരിശുദ്ധ ദൈവമേ നിനക്ക് ആരാധന, നിനക്ക് സ്തുതി, നിനക്ക് സ്തോത്രം. ദൈവസ്നേഹത്തിനും കരുതുന്ന ദൈവത്തിൻ്റെ ഇടപെടലുമായി മഹത്വം കരയറ്റുകയാണ്. ജീവിക്കുന്ന ദൈവത്തിന് നന്ദി, ജീവിക്കുന്ന കർത്താവിന് നന്ദി. സ്വർഗസ്ഥനായ ദൈവമേ നിനക്ക് കൊടാനുകോടി നന്ദിയും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്ന ഈ നാഴിക വിശുദ്ധമാകുന്നതിനാൽ നിന്നെ ആരാധിക്കുന്നു, നിന്നെ സ്തുതിക്കുന്നു, നിന്നെ മഹത്വീകരിക്കുന്നു. നിൻ്റെ ശ്രേഷ്ഠതയിൽ, നിൻ്റെ അനുഗ്രഹത്തിൽ, നിൻ്റെ വിശുദ്ധിയിൽ എത്രയോ വലിയ സ്നേഹമാണ് നീ ഞങ്ങൾക്ക് നൽകി. നിനക്ക് സ്തുതി, കർത്താവിന് മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാ പ്രാർത്ഥനാ വിഷയം ചോദിച്ച എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവത്തെ ആരാധിച്ച് മഹത്വീകരിക്കുന്നു. ഹല്ലേലൂയ. തമ്പുരാനെപ്പറ്റ അമ്മയുടെ മാധ്യസ്ഥത, സകല പരിശുദ്ധന്മാരുടെയും മാധ്യസ്ഥത ഈ ദിവസങ്ങളിൽ പരിശുദ്ധനായ ഇഗ്നാത്തിയോസ് എലിയാസ്തുതിയൻ പാത്രികീസ് ബാവായുടെ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ
ആ പരിശുദ്ധൻ യേശുവിൽ എങ്ങനെയായോ അതുപോലെ കർത്താവിൽ ബലപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വാങ്ങിപ്പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവെ, ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിലായിരിക്കുന്ന എൻ്റെ അമ്മയെ യേശുവിൻ്റെ കാര്യങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ദൈവമക്കളെല്ലാം അമ്മയ്ക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥന അമ്മയിൽ ദൈവഹിതം നിറവേറുവാൻ, അമ്മയിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം വ്യാപരിപ്പാൻ, ദൈവ സാന്നിധ്യം ഉണ്ടാകാൻ, അമ്മ സന്തോഷത്തിലാകുവാൻ, അമ്മ അനുഗ്രഹത്തിലാകുവാൻ, അമ്മ വിശുദ്ധിയിലാകുവാൻ, അമ്മയുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുവാൻ, അമ്മ ദൈവ സാന്നിധ്യത്തിൽ ബലപ്പെടുവാൻ, അമ്മ ക്രിസ്തുവിൽ ബലപ്പെടുവാൻ, ശക്തീകരിക്കപ്പെടുവാൻ, ദൈവത്തിൻ്റെ കരങ്ങളിലാകുവാൻ, അമ്മയുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടുവാൻ, അമ്മയോട് ചേർക്കപ്പെട്ടവർ അനുഗ്രഹിക്കപ്പെടുവാൻ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അമ്മയെ ശുശ്രൂഷിക്കുന്ന ഡോക്ടേഴ്സിനും സ്റ്റാഫിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഇതുപോലെ സമാനമായി ഭാരം അനുഭവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ വിഷയങ്ങൾക്ക് കൂടി സമർപ്പിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, നമ്മുടെ മിനിസ്ട്രി ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക. ഇന്നത്തെ ശുശ്രൂഷ ഒരു വാക്കുകൂടി പ്രാർത്ഥിക്കണം. ഇന്നത്തെ ശുശ്രൂഷ ഏറ്റെടുത്ത് നടത്തുന്ന കുടുംബത്തെ സമർപ്പിക്കുന്നു. ആ കുടുംബം ഏത് കാര്യങ്ങളാണോ പ്രാർത്ഥിക്കുന്നത് അവിടെ എല്ലാം ദൈവസാന്നിധ്യം ഉണ്ടാകുവാൻ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ആ കുടുംബത്തിൻ്റെ ആവശ്യങ്ങളോടുകൂടി ഇരിക്കണമേ. ദൈവം അനുഗ്രഹിച്ചതിനായി നന്ദി പറയുന്നു. ഈ മിനിസ്ട്രിയെ സഹായിക്കുന്ന ചേർന്നിരിക്കുന്ന എല്ലാവരെയും സമർപ്പിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ ഈ മിനിസ്ട്രിയെ സഹായിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ദൈവം നമുക്ക് നൽകിയ നന്മകളെല്ലാം ഒരു പങ്ക് നമുക്ക് ഈ മിനിസ്ട്രിക്ക് ചേർത്ത് വെച്ച് ദൈവത്തെ സ്തുതിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളെല്ലാവരും അപ്രകാരം പരിശ്രമിക്കുക. എന്നാൽ ദൈവ സ്നേഹത്തിലും സന്തോഷത്തിലും മാത്രമായിരിക്കട്ടെ. നിർബന്ധമോ ആ രീതിയിലുള്ള സ്ട്രെസ്സോ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. നിങ്ങൾക്കിതിന് ശേഷം വരുന്ന നമ്പറിൽ ആ വക കാര്യങ്ങൾക്കായി കോൺടാക്ട് ചെയ്യാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ണു സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടം ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. ഞങ്ങളുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായി ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ദൈവമാതാവായ വിശുദ്ധ കന്യക മർത്തമറിയമേ, തമ്പുരാനെപ്പറ്റി അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മനുഷ്യമേറ്റും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമീൻ. കർത്താവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഇന്നത്തെ പ്രാർത്ഥനയിൽ പങ്കുചേർന്ന എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മെ ഒരുപാട് ശക്തമായി അനുഗ്രഹിച്ചല്ലോ. അനേകർക്ക് ഈ ശുശ്രൂഷ നിങ്ങൾ ഷെയർ ചെയ്യുക. ഇത് കേൾക്കുന്ന എല്ലാവർക്കും ദൈവസ്നേഹം ഉണ്ടാകാൻ പ്രാർത്ഥിക്കുക. നാളെ വൈകുന്നേരം 8:30 മണിക്ക് വീണ്ടും നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ദൈവ തിരുനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ആമീൻ.